ഹലോ ഹായ്. ഞങ്ങളുടെ പാടത്ത് നെൽകൃഷി ഇറക്കുന്നതിന് മുൻപുള്ള കുറച്ച് കാഴ്ചകൾ, അതായത് വയലെങ്ങനെയാണ് ഒരുക്കുന്നത് എന്നുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നേരത്തെ നമ്മുടെ പാടത്ത് വർഷത്തിൽ 2 കൃഷിയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പാടത്ത് ജോലിക്ക് ആളിനെ കിട്ടാതെ വന്നപ്പോൾ വയലൊരുക്കാനും അതുപോലെ തന്നെ കൊയ്യാൻ, മെതിക്കാൻ അങ്ങനെയൊന്നും ആളിനെ കിട്ടാതെ വന്നപ്പോൾ ഉടമസ്ഥർ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ വയലൊക്കെ വർഷങ്ങളായിട്ട് തരിശു ഭൂമിയായിട്ട് അങ്ങനെ ഇട്ടിരുന്നു. അങ്ങനെ വല്ലാണ്ട് കളകളൊക്കെ കയറി വല്ലാണ്ട് കാട് പിടിച്ചു, അട്ടകളുടെ ശല്യമൊക്കെ വല്ലാണ്ട് കൂടി. അങ്ങനെ തരിശു ഭൂമിയെല്ലാം പിന്നീട് സർക്കാർ ഏറ്റെടുത്തിട്ട് അവരുടെ സർക്കാരിൽ നിന്നുള്ള ധനസഹായത്തോടു കൂടി വ്യക്തികൾ ചെയ്യുന്നതാണ് ഇപ്പോൾ വയലിലെ കൃഷി. അതുകൊണ്ട് വയലിലെ വർഷത്തിൽ ഒരു കൃഷിയെ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തം യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. അതായത് വയൽ വിത്ത് വിതയ്ക്കാൻ വേണ്ടി ഒരുക്കുന്നത് ട്രാക്ടറാണ്. അതുപോലെ തോടുകളും വരമ്പുകളും ഒക്കെ റെഡിയാക്കുന്നത് ഹിറ്റാച്ചിയാണ്. പിന്നീട് കൊയ്ത്ത് യന്ത്രമാണ്. 2ഉം 3ഉം കൊയ്ത്ത് യന്ത്രങ്ങൾ ഒരുപോലെ വന്നിട്ട് എല്ലാം കൊയ്ത് അത് അതിൻ്റെ നെല്ലും മങ്കെന്ന് പറയും, അതായത് അരിയില്ലാത്ത നെല്ല്, അങ്ങനെ മങ്കും നെല്ലും തമ്മിൽ വേർതിരിച്ചിട്ട് നമ്മുടെ പാടത്തു നിന്ന് തന്നെ കമ്പനികൾക്ക് അത് കയറ്റി അങ്ങനെ ലോഡ് അയക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തരിശു ഭൂമിയായിട്ട് കിടക്കുന്നതിനെക്കാട്ടിൽ എപ്പോഴും നല്ലൊരു ഐശ്വര്യമാണ് പൊന്നു വിളഞ്ഞ് കിടക്കുന്ന പാടം. ശരിക്കും അത് ആസ്വദിക്കുന്ന അത് ഞങ്ങളെപ്പോലുള്ള ഇതുപോലുള്ള ഗ്രാമവാസികളാണ് കേട്ടോ. എൻ്റെ വീടെന്ന് പറയുന്നത് പാടത്തിൻ്റെ നേരെ, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടെന്ന് പറയുന്നത് പാടമാണ്. റോഡ് കഴിഞ്ഞാൽ പാടം. അപ്പോൾ ശരിക്ക് നമ്മുടെ വീടിൻ്റെ മുൻവശത്തൊക്കെ ഇരിക്കുമ്പോൾ കടലിൽ നിന്ന് കാറ്റ് വരുന്നത് പോലെ നല്ല സുഖമുള്ള കാറ്റാണ് കേട്ടോ. അപ്പോൾ അതൊരു എത്ര തരിശു ഭൂമിയായിട്ട് കിടക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് പൊന്നു വിളഞ്ഞ് കിടക്കുന്ന, കൃഷി ചെയ്ത ഒരേപോലെ വിളഞ്ഞ് പാകമായിട്ട് കിടക്കുന്ന ആ ഒരു പാടം കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ് കേട്ടോ. യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി നിറയുമ്പോൾ ജോലി വളരെ എളുപ്പമാണ് കേട്ടോ. കാരണം പുല്ല് പിടിച്ച് കിടക്കുന്ന ഈ വയൽ ആദ്യം ഒന്ന് ഉഴുത് മറിച്ചതിന് ശേഷം ട്രാക്ടർ ഒന്ന് ഉഴുത് മറിച്ചിട്ട് പിന്നെ ഒരു തവണ കൂടിയേ ഒന്ന് അതിൽ ഇറങ്ങി ഒന്ന് റെഡിയാക്കുന്നുള്ളൂ വിത്ത് വിതയ്ക്കാൻ. ഇപ്പോൾ ഞാറ് പറിച്ച് നടുകയല്ല ചെയ്യുന്നത്, ഏക്കർ കണക്കിന് ഒരുമിച്ച് ഒരു വ്യക്തി ചെയ്യുന്നത് കൊണ്ട് വിത്ത് മുളപ്പിച്ചിട്ട് വിത്ത് പാകുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ പുല്ല് പിടിച്ച് കിടക്കുന്ന പാടം ആദ്യം ട്രാക്ടർ ഒന്ന് അടിച്ച് ഒന്ന് പുല്ലൊക്കെ ഒന്ന് കളയുന്നു. അതിനുശേഷം പിന്നെ ഒരു തവണ കൂടി അടിക്കുമ്പോൾ വിത്ത് വിതയ്ക്കാൻ പാകമായി കഴിഞ്ഞു നമ്മുടെ പാടം. പിന്നീട് ഹിറ്റാച്ചി ഉപയോഗിച്ച് തോടുകളെല്ലാം നല്ലവണ്ണം നന്നായിട്ട് വെള്ളം ഒഴുകി പോകാനായിട്ട് തോടുകളൊക്കെ ഹിറ്റാച്ചി ഉപയോഗിച്ചിട്ടാണത് വൃത്തിയാക്കുന്നത്. അത് വീഡിയോയിലുണ്ട്. പിന്നീട് വരമ്പുകളൊക്കെ റെഡിയാക്കുന്നതും ഹിറ്റാച്ചിയാണ്. പിന്നീട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിത്ത് മുളപ്പിച്ചിട്ട് ഒരു 2, 3, 4 ദിവസം കൊണ്ട് നമ്മുടെ വയൽ വിത്ത് വിതയ്ക്കാനായിട്ട് ഒരുങ്ങിക്കഴിയും. പിന്നീട് അത് വിത്ത് മുളപ്പിച്ചിട്ട് വിത്ത് വിതയ്ക്കുന്നു. വിതച്ച് കഴിഞ്ഞിട്ട് അത് സാധാരണ പ്രാവിൻ്റെ ശല്യം വല്ലാണ്ട് ഉണ്ടാകും കേട്ടോ. ഈ കിളിച്ച് പാടത്ത് വിതച്ചിരിക്കുന്ന വിത്ത് പെറുക്കി തിന്നാനായിട്ട് പ്രാവുകൾ ഇഷ്ടം പോലെ വരും. അപ്പോൾ അതിന് പ്രാവിനെ ഓടിക്കാനായിട്ട് വിത്തൊക്കെ മുളച്ച് നന്നായിട്ട് മുകളിൽ വരുന്നത് വരെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പടക്കം പൊട്ടിച്ചിട്ട് ഇതിനെയൊക്കെ ഓടിച്ച് കളയുക ചെയ്യുന്നത്. നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിതച്ച് കഴിഞ്ഞിട്ട് ഇത് കിളിർത്ത് മുകളിൽ നന്നായിട്ട് വരുന്നത് വരെ ഈ ഓലപ്പടക്കമാണോ ഗുണ്ടാണോ എന്താണെന്നറിയാൽ ഇതിങ്ങനെ ഇവർ മിനിറ്റുകൾ കൂടുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. ആകെ കൂടെ നമുക്കൊരു വല്ലാത്ത കോലാഹലമായിരിക്കും. എന്നാലും സാരമില്ല. പിന്നെ അതായത് ഇവർ വണ്ടിയേലിങ്ങനെ ഓടി നടക്കാനാട്ടോ. നമുക്ക് ഒരു സ്ഥലത്ത് മാത്രമല്ല ഉള്ളത്. അപ്പോൾ വണ്ടിയിൽ ഓടി നടന്നിട്ട് ഇതേപോലെയാണ് കേട്ടോ തോടെടുത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്നത്. നന്നായിട്ട് വെള്ളം ഒഴുകി പോകാനായിട്ട് ഇതേപോലെ ഇത് ഹിറ്റാച്ചിയാണ് തോടിങ്ങനെ വൃത്തിയാക്കിയിരിക്കുന്നത്. തോട്ടിൽ നന്നായിട്ട് മണ്ണൊക്കെ എടുത്തിട്ട് വരമ്പിന് പൊക്കം കൂട്ടും. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി. പണ്ടൊക്കെ ഇതൊക്കെ മൊത്തവും മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. നേരത്തെയൊക്കെ എന്ന് പറയുമ്പോൾ ഉടമസ്ഥർ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്തെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വയലിന് ഒരു അതിർവരമ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊന്നുമില്ല കേട്ടോ. പലരുടെ, അതായത്
കുറേ ഏറെ വ്യക്തികൾ, ഒന്നിൽ കൂടുതൽ വ്യക്തികളുടേതാണ് ഈ 1 ഏക്കർ അല്ലെ 2 ഏക്കർ അങ്ങനെയുള്ള ഈ പാടശേഖരം. അതൊക്കെ പല പല വ്യക്തികളുടേതാണ്. ഇപ്പോൾ ഒന്നിനും അതിരും ഉണ്ടാവില്ല, കല്ലും ഉണ്ടാവില്ല, ഒന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ഇത് കൈമാറ്റം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ വയൽ വാങ്ങാനോ ഒന്നും വേറെ ആൾക്കാരൊന്നുമില്ല. പിന്നെ നമുക്കൊന്നും കിട്ടിയില്ല എങ്കിലും കൃഷി ചെയ്യുന്നത് കാണുന്നത് നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. തരിശു ഭൂമിയായിട്ട് കിടക്കുന്ന വയലിനെക്കാട്ടിൽ എപ്പോഴും പുല്ല് വിളഞ്ഞു കിടക്കുന്ന പാടം തന്നെയാണ് കണ്ണിന് കുളിർമയേകുന്നതും അതുപോലെ നല്ലൊരു ഐശ്വര്യം. അതുകൊണ്ട് ഉടമസ്ഥൻ എന്ത് കിട്ടുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കേട്ടോ. നമുക്കുമുണ്ട് ഇതുപോലെ വയൽ, വീടിൻ്റെ പടിക്കൽ. പക്ഷേ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. കൃഷി ചെയ്യുന്ന ആൾ ചിലയിടങ്ങളിലൊക്കെ അങ്ങനെ ഉടമസ്ഥർക്ക് അവർക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു വിഹിതം എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. നാളുകളായി ഇപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യുന്നു. പിന്നെ നമ്മളങ്ങനെ അതിൻ്റെ പുറകെ പോകാറില്ല കേട്ടോ. നമുക്ക് സന്തോഷം തരിശു ഭൂമിയായിട്ട് കിടക്കുന്നതിൽ കൃഷി ചെയ്യുന്ന പാടം തന്നെയാണ്.